എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ പുനരുത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് എന്തൊക്കെ ദൗത്യങ്ങൾ കൊടുത്തുവെന്ന് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 28:19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഈ വാക്യങ്ങൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ ഗലീലയിലെ ഒരു പർവ്വതത്തിൽ ഒരുമിച്ച് കൂട്ടുകയും തൻ്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കാനുള്ള അവരുടെ ദൗത്യത്തെക്കുറിച്ച് അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ ദൗത്യത്തിൽ 3 ഉത്തരവാദിത്വങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളെയും ശിഷ്യരാക്കുക. ലോകമത പരിവർത്തനമല്ല ഇതിൻ്റെ അർത്ഥം. സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ മറ്റുള്ളവർ, അതായത് സകല രാഷ്ട്രങ്ങളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളവർ രക്ഷകന്റെ അനുയായികളായി മാറുന്നത് ശിഷ്യന്മാർ കാണണം. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. വിശ്വാസ സ്നാനത്തിൽ നാം ത്രിയേക ദൈവത്തോട് ഏകീഭവിക്കുകയാണ്. ദൈവം നമ്മുടെ പിതാവെന്നും യേശുക്രിസ്തു നമ്മുടെ കർത്താവും രക്ഷിതാവുമെന്നും തങ്ങളിൽ അധിവസിക്കുകയും ശക്തീകരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവെന്നും നമ്മൾ സമ്മതിക്കുകയാണ് സ്നാനത്തിലൂടെ. നാമം എന്നത് ഏകവചനമാണ്. ഒരു നാമം അഥവാ സാരാംശം എന്നത് 3 വ്യക്തിത്വങ്ങൾ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ അവരെ പഠിപ്പിക്കുക. ഈ നിയോഗം സുവിശേഷീകരണത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു. ആത്മീയ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും വചനത്തോട് അടുക്കുവാനും അവരെ ശീലിപ്പിക്കണം. തുടർന്ന് യുഗാന്ത്യം വരെ നിലനിൽക്കുന്ന തൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനം രക്ഷകൻ കൂട്ടിച്ചേർക്കുന്നു. ശിഷ്യന്മാർ ഈ ദൗത്യ നിർവഹണത്തിൽ ഏകരോ സഹായമറ്റവരോ അല്ല. അവരുടെ സകലവിധമായ സേവനത്തിലും സഞ്ചാരപഥത്തിലും ദൈവപുത്രൻ്റെ സഖിത്വം അവർക്ക് അനുഭവമാകും. 2000 വർഷങ്ങൾക്ക് ശേഷവും ഈ ദൗത്യം ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സുവിശേഷത്തിൻ്റെ സാർവത്രിക വിളി തിരിച്ചറിഞ്ഞ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള സകലരെയും സമീപിക്കുവാൻ നാം തുറന്ന മനസ്സോടിരിക്കണം. സ്നേഹപിതാവേ, നിന്റെ മക്കളായ ഞങ്ങളെ നമ്മുടെ വിശ്വാസം സജീവമായി പങ്കുവയ്ക്കുവാനും ക്രിസ്തുവിനോടും മറ്റുള്ളവരോടും ബന്ധം പുലർത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.